ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ധ്യാനത്തിലൂടെ നാം ഇങ്ങനെ സന്തോഷത്തോടെ സഞ്ചരിക്കുക. ഇന്ന് നമ്മളുടെ 7-ാം ദിവസം. ഈ ദിവസങ്ങളിലൂടെ എല്ലാം കടന്നു വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: സഭയുടെ ജന്മദിനം, നമ്മൾ സഭയുടെ ഉള്ളിൽ ജീവിക്കേണ്ടവരാണ്. സഭയിലുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നല്ല ഒരുക്കം വേണം. സഭയുടെ ഉള്ളിൽ നമ്മൾ നിലനിന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. സഭയെ താങ്ങി നിർത്തുന്ന പൗരോഹിത്യത്തെയും വിശുദ്ധ ബലിയെയും നാം മനസ്സിലാക്കി അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് നാം ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് സഭയിൽ നിൽക്കണം, സഭ നിലനിൽക്കണം. ഇത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേറൊരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. ഞാൻ ആയിരിക്കുന്ന സഭ ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷയിച്ച് ഇല്ലാതാവരുത്, മറിച്ച് അതിങ്ങനെ അനുദിനം വളർന്നുകൊണ്ട് അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകണം. അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകണമെങ്കിൽ ഞാനും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി നമ്മളുടെ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ ഞാൻ വെറുതെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വായിക്കാം. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, പക്ഷേ 2 ഉടുപ്പുകളുടെ ആവശ്യമില്ല. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിച്ചുകൊള്ളുക. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഒരു നിർദ്ദേശം. പ്രിയമുള്ളവരെ, ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് 3 ക്രിയകൾ നമ്മളുടെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ എടുക്കാം. 1 എടുക്കുക, 2 ഒടിക്കുക, 3 അടിക്കുക. എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, യാത്രയ്ക്ക് ഒന്നും എടുത്തില്ലെങ്കിലും വടി വളരെ അത്യാവശ്യം. പിന്നെ വടി നമ്മുടെ ജീവിതത്തിൽ വേണമെന്നാണ്. വടി എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ വടി എന്തിനാണെന്ന് വിചാരിക്കും. വടി എന്ന് പറയുന്നത് കുത്തി നടക്കാനായിട്ട് എളുപ്പമാണ്, പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് അടിച്ചോടിക്കാനും കുഴപ്പമില്ല. പക്ഷേ
വടി പഴയ നിയമത്തിലൂടെ ഒന്ന് കടന്നു വന്ന് ചിന്തിച്ചു നോക്കി. മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി അവൻ നിലത്തിട്ടപ്പോൾ പാമ്പായിട്ട് മാറി. അത് പാറയിലടിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നു. അത് വെള്ളത്തിന് മുകളിൽ കാണിച്ചപ്പോൾ അത് 2 മതിലായിട്ട് അപ്പുറത്തുപ്പുറത്ത് നിന്ന് ഒരു ഹൈവേ പോലുള്ളൊരു സ്ഥലം കടലിലുണ്ടാക്കി. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ആശ്ചര്യ വസ്തുവായിരുന്നു. പക്ഷെ മോശയ്ക്ക് ആ വടി എന്ന് പറയുന്നത് കർത്താവായ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് സഭയിലെ അംഗങ്ങളായ നാം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം സഭയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൂടെ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് ഇവിടെ അതുകൊണ്ടാണ് വടി നിർബന്ധമായിട്ട് എടുക്കണമെന്ന് പറയും. രണ്ടാമത്തത് സഞ്ചിയിൽ അത് വേണ്ടെന്നാണ് പറയും. ഇപ്പോൾ വളരെ സഞ്ചി ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്നറിയാം. സഞ്ചി ഇങ്ങനെ സാധനങ്ങളിങ്ങനെ ശേഖരിച്ച് വയ്ക്കാൻ. ഇപ്പം ഞാൻ ഒരു പള്ളിയിൽ വന്നിട്ട് ഇപ്പോൾ ആ പള്ളിയിൽ നിന്ന് പോവാം. ആ പള്ളിയിൽ ഞാൻ വന്നപ്പോൾ നേരത്തെ ഇരുന്ന പള്ളിയിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുകളിൽ ഒരു സ്ഥലത്ത് വെച്ചു. താഴെ ഞാൻ താമസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം താഴേക്ക് ഇറക്കി. പ്രിയമുള്ളവരെ, വർഷം 1 കഴിഞ്ഞു, ഇപ്പോഴും പല പെട്ടികളും പൊട്ടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് പറയാം. സഞ്ചി ശരിക്കും അത്യാവശ്യമല്ലെന്നാണ് പറയാം. സഞ്ചി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ശേഖരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് സഞ്ചി. അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മളെ സഭയുടെ പ്രവർത്തനങ്ങൾക്കും സഭയുടെ വികസനത്തിനും വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വേറൊന്നും നമുക്ക് വേണ്ടെന്നേ. നമ്മൾ പലതും നമ്മളിങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്ന കൂട്ടത്തിലാണ്. പലതും ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ ശേഖരിച്ച് വെച്ച് ചിലതൊന്നും ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ പ്രളയം വന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലും പരിസരത്തുമൊക്കെ പ്രളയം വല്ലാതെ അങ്ങോട്ട് സംഹാര താണ്ഡവമാടുകയുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയും പെങ്ങന്മാരൊക്കെ പറഞ്ഞു, വീട്ടിൽ ഇത്ര സാധനങ്ങളുണ്ടെന്ന് മനസ്സിലായത് പ്രളയം വന്നപ്പോഴാണ്. പ്രളയം വന്ന് എല്ലാവരും ചീഞ്ഞ് ആകെ ഔഷധയായി, എല്ലാത്തിലും ചെളിയൊക്കെ കയറി എല്ലാവരും എടുത്ത് പുറത്തിട്ട് ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുവരെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശേഖരിച്ചു വയ്ക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തു അയക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ അയക്കപ്പെടുമ്പോൾ ക്രിസ്തു പറയുന്നത് ശേഖരിച്ചു വയ്ക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം, അത് ഞാൻ എന്ന യാഥാർത്ഥ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നാണ് പറയും. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. 1, സഞ്ചി നിൻ്റെ ജീവിതത്തിൽ വേണ്ട. 2, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. 3-മത്തെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, കാലിൽ പൊടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നീ തട്ടിക്കളയണമെന്നാണ് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൊടി നമുക്കറിയാം, പൊടിക്ക് നിറമില്ല, പൊടിക്ക് മണമില്ല, പൊടിക്ക് കനമില്ല. അതിങ്ങനെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. വീണ്ടും പറയുന്നുണ്ട്, നിൻ്റെ കാലിലെ പൊടി എന്നാണ് പറഞ്ഞു. കാലിലെ പൊടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുമ്പോൾ ഉള്ളംകാലിൽ പൊടി പറ്റിയാൽ അത് തട്ടിക്കളയണമെന്നാണ് പറയും. പ്രിയമുള്ളവരെ, ഉള്ളംകാലിൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാല് ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാലിലെ പൊടി അറിയണമെങ്കിൽ അതിങ്ങനെ തിരിഞ്ഞു നിന്ന് പൊക്കി നോക്കണം. അപ്പോഴാണ് ഉള്ളനടിയിലെ അല്ലെങ്കിൽ ഉള്ളംകാലിലെ പൊടി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, അഴുക്ക്. ഇത് ദൈവം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നീ സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി നടക്കുകയാണ് എന്ന് ചിന്തിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നീ പോലും അറിയാതെ നിൻ്റെ ശരീരത്തിൽ സഭയ്ക്ക് ചേരാത്ത പലതും ഇങ്ങനെ വന്നുകൂടും. കുഴപ്പമില്ല എന്ന് വിചാരിക്കും, കാരണം വളരെ ചെറുതാണല്ലോ. കുഴപ്പമില്ലെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ കുഴപ്പമാവും. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ യാത്ര നീ ഇങ്ങനെ മുന്നോട്ട് നടത്തുമ്പോൾ നീ നിർബന്ധമായും നിശ്ചയമായും ചെയ്ത് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ ഈ മർക്കൂസിൻ്റെ സുവിശേഷത്തിലൂടെ ശിഷ്യന്മാരെ അയക്കുന്നതിലൂടെ ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്. ഇത് അയക്കപ്പെട്ട ശിഷ്യന്മാർക്കോ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതർക്കോ സമർപ്പിത ജീവിതത്തിലേക്ക് വന്നവർക്കോ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കാര്യമല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.
അതുകൊണ്ട് നീ നിൻ്റെ ജീവിതയാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിതയാത്രയിൽ നീ അടിസ്ഥാനപരമായിട്ട് കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം. ബാക്കിയുള്ളതിനോടൊക്കെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനായിട്ട് സാധിക്കണം. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ക്രിസ്തുവിനെയും കൂട്ടുപിടിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നീ പോലും അറിയാതെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കുറേശ്ശെ ജീവിതത്തിൻ്റെ ഭാഗമായി അവസാനം എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നമായിട്ട് നമ്മുടെ കൂടെ ആകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയുടെ ജീവിതം അല്ലെങ്കിൽ സഭ എന്ന ആ ഒരു യാഥാർത്ഥ്യം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ആ സഭയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പരിശ്രമിച്ച് ഞാൻ എൻ്റെ ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജീവിതത്തെ സഭയോട് ചേർത്ത് നിർത്തി പരിശോധിച്ച് അത് സഭയ്ക്ക് ചേർന്ന ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നാം ചിന്തിച്ച കാര്യം ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ടത് ഒറ്റ കാര്യവും. അതാരാണ്? അത് ക്രിസ്തുവിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം. പിന്നെ ചില ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അത് നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തും എന്നൊരു തോന്നലോടുകൂടെ നിൻ്റെ അടുത്തേക്ക് വരും. അത് നിൻ്റെ ജീവിതത്തിൽ വേണ്ടെന്നാണ്. ഭൗതിക യാഥാർത്ഥ്യങ്ങളെ, സമ്പത്തിനെ ദൈവമായ കർത്താവ് ഇങ്ങനെ കുറച്ച് മാറ്റി നിർത്താൻ വേണ്ടി ദൈവം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമ്പത്ത് അത് കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ മനഃപൂർവ്വം നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അവൻ വീണ്ടും വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരും. ചെറിയ പൊടിപടലങ്ങൾ, വലിയ കുഴപ്പമൊന്നുമില്ല, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ ജീവിതത്തിൽ ചില കുഴപ്പങ്ങൾ, ചില പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുകൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിൽ കടന്നുകൂടുന്ന പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അയക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ സഭയുടെ ഭാഗമായി നാം ജീവിച്ച് സഭയെ ഇങ്ങനെ വളർത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ ത്രിത്വൈക ദൈവത്തോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പുത്രനിലൂടെ പിതാവിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക എന്നുള്ളത്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വചനത്തിൽ, സുവിശേഷത്തിൽ ഒരുത്തൻ വന്ന് ഈശോനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈശോയെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? ഈശോ പറയും, ദൈവത്തെ സ്നേഹിക്കണം, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കും. അതായത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ 2 കൽപ്പനകളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് ദൈവസ്നേഹവും മറ്റൊന്ന് പരസ്നേഹം. ഇത് പെട്ടെന്ന് നമ്മൾ നോട്ടത്തിൽ ഇത് രണ്ടുമാണ്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, മറ്റൊന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാണ്. അത് നമ്മൾ മറന്നുപോലും. നിന്നെപ്പോലെ തന്നെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതിനർത്ഥം എന്താ? ഏറ്റവും ആദ്യം നീ സ്നേഹിച്ച് പഠിക്കേണ്ടത്, പരിശീലിക്കേണ്ടത് നിന്നെ തന്നെയാണ്. പ്രിയമുള്ളവരൊന്ന് പരിശോധിച്ച് നോക്കിയേ. എനിക്ക് എന്നെ ഇഷ്ടമാണോ? ഇത് ഞാൻ എന്നോട് ചോദിക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ആദ്യത്തെ പൗരോഹിത്യ ജീവിത കാലഘട്ടത്തിൽ കുറച്ച് നാൾ ഈ പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ ദൈവാലയത്തിലിരിക്കുകയുണ്ടായി. ആ മഞ്ഞുമാതാവിൻ്റെ ദൈവാലയത്തിൻ്റെ ഒരു സബ്സ്റ്റേഷനാണ് സെൻറ്റ് റോക്കീസ് ദേവാലയം. അവിടെ എല്ലാ തിങ്കളാഴ്ചകളിലും റോക്കീസ് പുണ്യവാളൻ്റെ നൊവേനയുണ്ട്. അപ്പോൾ ഞാനവിടെ സേവനം ചെയ്യാൻ ആരംഭിച്ച് റോക്കീസ് പുണ്യവാളൻ്റെ ദേവാലയത്തിൽ നൊവേനയിലും ആരാധനയിലും ഒക്കെ ആഘോഷപൂർവ്വമായിട്ട് പങ്കെടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ എന്തൊരു രസമായിരുന്നു ആരാധന, എന്തൊരു സുഖമായിരുന്നു പ്രസംഗം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം. അപ്പോൾ പിറ്റേ തിങ്കളാഴ്ച നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ഒരുങ്ങുക. എന്തിനു വേണ്ടിയിട്ടാണ്? നന്നായി ആരാധന നടത്തുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നന്നായി ഒരുങ്ങി ചെല്ലുന്നു. ആളുകൾ ഇത് തന്നെ പറയുന്നു. നമുക്കൊരു സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു പോരുക. അങ്ങനെ ഒരു ദിവസം നല്ല ആരാധനയൊക്കെ നടത്തി ദൈവാലയത്തിന് പുറത്ത് നിൽക്കുമ്പോൾ, നമ്മൾ ദൈവാലയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ആരും ഒന്നും പറയുന്നില്ല. ഏതെന്ന് ആരാധന നല്ലതായിരുന്നു എന്നോ അല്ലെങ്കിൽ നല്ല പ്രസംഗമായിരുന്നു ഒന്നും പറഞ്ഞില്ല. മറിച്ച് വേറൊരു
ഇത്തിരി പാവപ്പെട്ട ഒരു സ്ത്രീ, വളരെ പ്രായം ചെന്ന ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളെന്നെ കാണുന്നുണ്ടാവും, ഇപ്പോൾ എനിക്ക് ശരീരത്തിന് ഇത്തിരി വണ്ണം ഉണ്ടെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ അമ്മ എൻ്റെ ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞ എങ്ങനെയായിരുന്നു, എല്ല് മാത്രം കണ്ടിട്ടുണ്ട്, എല്ലും തൊലിയും കൂടി ആദ്യമായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് ആദ്യം പെട്ടെന്ന് പിടികിട്ടിയില്ല, പിന്നെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല, നേരെ അമ്മാമ്മനോട് ശരി അമ്മാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് എൻ്റെ പള്ളിമേടയിലോട്ട് യാത്രയായി. അമ്മാമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തെ കണ്ടാൽ ആരായാലും അങ്ങനെ തോന്നിപ്പോവും. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും അമ്മാമ്മയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം എൻ്റെ എല്ലിൻ്റെയും തൊലിയുടെയും ഇടയിൽ ശരീരം വച്ചു പിടിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതേത് കോലത്തിലാണെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എൻ്റെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. വേറൊരു കാരണം കൂടിയുണ്ട്, ഇതുപോലെ എൻ്റെ ദൈവം വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്, അത് നിങ്ങൾക്കുണ്ടാകണം. പ്രിയമുള്ളവർ, നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെപ്പോലത്തെ ആളുകളെ വേറെ സ്ഥലത്ത്? പക്ഷേ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, എന്താണ്, ചേട്ടനെ പോലെ തന്നെ ഒരാളെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ ചേച്ചിനെ പോലെ തന്നെ ഒരാളെ ഞാൻ കണ്ടു. മറ്റുള്ളവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. കാരണം എന്താ, എനിക്ക് എന്നെ പോലെ വേറൊരാളെ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവം എന്നെ പോലെ വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ലെന്നുള്ള. അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി അത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ക്രിയേഷനാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് പലതും ഇങ്ങനെ വച്ച് പിടിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാൻ എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യം ഞാനില്ലാണ്ടാവുക. അതുകൊണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റണം. എന്നെ സ്നേഹിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എൻ്റെ കുറവുകളോടുകൂടെ എനിക്കെന്നെ സ്നേഹിക്കാൻ പറ്റും, എൻ്റെ ബലഹീനതകളോടുകൂടെ എനിക്കെന്നെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ബലഹീനതയെ, എൻ്റെ കുറവിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ ശരിക്കും അംഗീകരിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, എനിക്ക് എൻ്റേതായ കുറവുകളുണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കുറവുകളെ ഞാൻ അംഗീകരിച്ച് ഈ കുറവുകളോട് കൂടെയാണ് എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ എന്നോട് തന്നെ ഏറ്റുപറയുമ്പോൾ ഞാനത് ദൈവത്തോട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ദൈവമേ, നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയാം. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ നിന്നെ സ്നേഹിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ നിന്നെ സ്നേഹിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നിൻ്റെ പോരായ്മകളോടുകൂടെ നിന്നെ അംഗീകരിക്കുക എന്നുള്ള, അല്ലാതെ എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അത് വേറൊരാൾക്കുണ്ടാകുമ്പോൾ അത് അസൂയപ്പെടുകയോ അല്ലെങ്കിൽ അത് എനിക്ക് വേണമെന്ന് വാശി പിടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ എന്നെ അംഗീകരിക്കുന്നില്ല. ഞാൻ എന്നെ അംഗീകരിക്കുന്നില്ല എങ്കിൽ എന്നെ ഇതുപോലെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ദൈവത്തെയും സ്നേഹിക്കുന്നില്ല, എന്നെയും സ്നേഹിക്കുന്നില്ല, പിന്നെ എനിക്കെങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക? അതുകൊണ്ട് സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സഭയെ വളർത്തി വലുതാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആ വളർത്തി വലുതാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടാകേണ്ടത് എൻ്റെ ത്രിത്വൈക ദൈവമാണ് എന്ന ബോധ്യത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ബോധ്യം അത് കുറച്ചുകൂടെ പ്രായോഗികമാകുന്നത് ഈ സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വചനത്തിലൂടെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം, മറ്റുള്ളവരെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. ഈ രണ്ട് സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് വചനമാണ്. പക്ഷെ വചനത്തിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നീ നിന്നെ സ്നേഹിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ആയിരിക്കണം എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നമ്മളിങ്ങനെ നോക്കണം. എന്നിട്ട് നമ്മളോട് തന്നെ പറയണം, എന്ത് രസമാണ് നിന്നെ കാണാൻ. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അത്രയ്ക്ക് രസം ഉണ്ടാവില്ല നമ്മളെ കാണാൻ. പക്ഷേ ദൈവം ഇതുപോലെയാണ് എന്നെ സൃഷ്ടിച്ചത്. ചിലപ്പോൾ ഇച്ചിരി കളർ കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കളർ കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇത്തിരി മുടി കുറവായിരിക്കാം.
അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി പൊക്കം കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. കുറവുകളും കൂടുതലുകളും പല രീതിയിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തിയെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തി ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തോട് എനിക്ക് പറയാൻ പറ്റണം, എൻ്റെ ഈശോയെ, എന്നെ ഇതേപോലെ സൃഷ്ടിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയും. അങ്ങനെ നന്ദി പറയാൻ സാധിച്ചാൽ ഞാൻ സ്നേഹിക്കുന്നത് എന്നെയല്ല, മറിച്ച് എന്നെ ഇതുപോലെ സ്നേഹിച്ച എൻ്റെ ദൈവത്തെ. എന്നെ ഇതുപോലെ സ്നേഹിച്ച എൻ്റെ ദൈവത്തെ ഞാൻ അംഗീകരിക്കുമ്പോൾ ഞാൻ എന്നെയും എൻ്റെ ദൈവത്തെയും ഒരേപോലെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം പറയും, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ താരതമ്യം ചെയ്യും. പല കാര്യത്തിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. വിശുദ്ധിയുടെ കാര്യത്തിൽ താരതമ്യമില്ല, നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും താരതമ്യമില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ വിഭിന്നങ്ങളായ ആളുകളാണ് ഉള്ളത്. എല്ലാവരും ഒരേപോലെയാണെങ്കിൽ പിന്നെ സഭ വളരത്തില്ല, പിളർന്നു പോകത്തേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെയല്ല തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് വിവിധങ്ങളായ രൂപത്തിലും വിവിധങ്ങളായ ഭാവത്തിലുമാണ്. അങ്ങനെ വിവിധ രൂപവും വിവിധ ഭാവവും വിവിധ കഴിവുകളും ഉള്ളവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സഭ വളരുന്നത്. ആ സഭ വളരുന്നത് ആഗോള കത്തോലിക്ക സഭ മാത്രമായിട്ട് വളരാനല്ല നാം പരിശ്രമിക്കേണ്ടത്, മറിച്ച് ഞാൻ എന്ന കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ വളരാൻ പറ്റും. പ്രിയമുള്ളവരൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ കുടുംബത്തിലേക്ക് നോക്കി എല്ലാവർക്കും ഒരേപോലെ കഴിവുകളായിരിക്കും. എൻ്റെ കഴിവ് വേറൊരാൾക്കുണ്ടാവത്തില്ല. കഴിവുകളിങ്ങനെ വിഭിന്നമായിട്ടിങ്ങനെ നിലനിൽക്കും. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. നല്ല സദ്യ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നല്ലൊരു സദ്യ കഴിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ചിലതിന് പുളിയായിരിക്കും, ചിലതിന് മധുരമായിരിക്കും, ചിലതിന് എരിവായിരിക്കും, ചിലതിന് ഒരു വികാരം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വികാരവും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ ചോറ് എന്ന് പറയുന്നത്. ഈ ചോറിന് വികാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വേറെ പലതും ഇതിനോടിങ്ങനെ ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിവിധങ്ങളായ കറികൾ വിവിധങ്ങളായ രുചികളിൽ ഒരുമിച്ച് ചേരുമ്പോൾ അത് നല്ല സദ്യയ്ക്ക് രൂപം കൊടുക്കുന്നത് പോലെ വിവിധ സ്വഭാവങ്ങളുള്ള, വിവിധ ചിന്താരീതികളുള്ള, വിവിധ മനോഭാവങ്ങളുള്ള ഒരുപാട് മക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ നല്ല സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇങ്ങനെ വളർന്നു വരും. സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പലതും ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സദ്യ അല്ലാതെയാകും. അതേപോലെ തന്നെയാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് കൊണ്ടുള്ള യാത്ര. സഭയുടെ കൂട്ടായ്മ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചേർത്ത ഒരു ഉപമ മാത്രം. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ധ്യാന ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുവിശേഷം നമ്മോട് പങ്കുവെച്ചത് ക്രിസ്തുവാകുന്ന ആ ഒരു ദൈവീക സാന്നിധ്യം. നിസ്സാരമല്ല, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ചേർത്ത് വെച്ചുകൊണ്ട് നിൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതിനോടും നീ വേണ്ട എന്ന് പറയേണ്ടി വരും. പലതും നിൻ്റെ ജീവിതത്തിലേക്ക് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി വരും. പക്ഷേ അടുപ്പിക്കരുത്. കാരണം നിൻ്റെ യാത്ര സ്നേഹത്തോടു ചേർന്നാണ്. അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തെ കൂട്ടുനിർത്തി ക്രിസ്തു സ്നേഹത്തോട് ചേർന്ന് നിന്ന് നമ്മളുടെ ജീവിതത്തെ വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ വിവിധങ്ങളായ കുഴപ്പങ്ങളുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണോ, ക്രിസ്തു സ്നേഹമാണോ, അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹമാണോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് അതിനെപ്പറ്റി ആകുലചിത്തനാകാതെ ദൈവം സ്നേഹത്തിൻ്റെ പ്രായോഗികത നമുക്ക് തരുന്നു. പ്രായോഗികത വേറെ ഒന്നുമല്ല, നീ ദൈവസ്നേഹവും പരസ്നേഹവും ഒക്കെ മാറ്റിവയ്ക്കുക. നീ നിന്നെ സ്നേഹിക്കുക. നിന്നെ സ്നേഹിച്ചാൽ നീ എന്നെയാ സ്നേഹിക്കുന്നത്. നിന്നെ സ്നേഹിച്ച് നീ എന്നെ സ്നേഹിച്ചാൽ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കാൻ എന്തൊരെളുപ്പമാണെന്നറിയാം. അതുകൊണ്ട് നീ മറ്റുള്ളതിനെ പറ്റിയൊക്കെ ആലോചിച്ച് കഷ്ടപ്പെടാതെ നീ നിന്നെ അംഗീകരിക്കുക, നിന്നെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച് അംഗീകരിക്കുമ്പോൾ നീ ഉൾക്കൊള്ളുന്നത് എന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ സഭയിലെ ആളുകളെ മുഴുവനായിട്ട് സ്നേഹിക്കാനും സഭയ്ക്ക് പുറത്തുള്ളവരെ സ്നേഹത്തിൽ ഈ സഭയ്ക്ക് അകത്തേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. അതിന്
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ത്രിത്വൈക ദൈവത്തിൻ്റെ വിശുദ്ധിയാൽ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കണമേ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായി ഈ ലോകത്ത് ജനിച്ചു വീഴാനും ജീവിതം ആസ്വദിക്കാനും ഈശോ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ നമുക്ക് നൽകിയ നന്മകൾക്ക് നമുക്ക് എന്ത് പ്രത്യുപകാരം കൊടുക്കാൻ പറ്റും? ഒരു കൃതജ്ഞതയുടെ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്നൊരാത്മപരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിജു എന്ന അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ചോദിക്കാറുള്ളത്, എന്താണ് നിയോഗം, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അന്ന് ഈ ബിജു എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുപോലൊരു നിയോഗം വേറൊരാളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനും ഈ ഒരു നിയോഗത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുമില്ല. ഈ ബിജു എന്ന ഈ അപ്പൻ ഈ ഒരു പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ആ കാരണം ഇപ്രകാരമാണ്. വിവാഹം കഴിഞ്ഞ് നാളുകൾ 13 കഴിഞ്ഞിട്ടും രണ്ടാമതൊരു കുഞ്ഞിനെ ദൈവം ആർക്ക് കൊടുത്തില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷത്തിൽ തന്നെ
ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തിരുന്നു. വേറൊരു കുഞ്ഞിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം കൊടുത്തില്ല എന്നുള്ളത്. അങ്ങനെ നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബിജുവിൻ്റെ ജീവിത പങ്കാളി പ്രിയ ഒരു കുഞ്ഞിന് ഉദരത്തിൽ ജീവൻ കൊടുത്തു. ആദ്യത്തെ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ ചെന്നു. സ്കാനിംഗ് റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഈ ബിജു പ്രിയ ദമ്പതികളെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യം പറയാം. ആ സന്തോഷമില്ലാത്ത കാര്യം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് പിറവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓട്ടിസം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഭാര്യയുടെ ജീവിതത്തിന് പലതും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം വേറെ ഒന്നുമല്ല, ആ കുഞ്ഞിനെ നമുക്ക് ഉദരത്തിൽ വെച്ച് കൊന്നുകളയാം. ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി. എന്നിട്ട് അവർ ഒറ്റ വാക്കേ ആ ഡോക്ടറോട് പറഞ്ഞുള്ളൂ, ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് തമ്പുരാൻ നൽകിയത്. അത് തമ്പുരാൻ തിരിച്ചെടുക്കാതെ ഞങ്ങൾ ഒരു തരത്തിലും ഇതുമായി സഹകരിക്കുന്നതല്ല. കുഞ്ഞിനെ വളർത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വരിക. ഈ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ഈ കുഞ്ഞ് ആരോഗ്യവാനായി പുറത്തേക്ക് വരണമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ എങ്ങനെ കൂടെ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും കുറവുകളോട് കൂടെയാണ് അവൻ പുറത്തേക്ക് വരുന്നതെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നൽകണേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ പരിശോധനകൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്കാനിംഗ് റിപ്പോർട്ട് കഴിയുമ്പോഴും ഡോക്ടർക്ക് പറയാനുള്ളത് ഇതിനെ നശിപ്പിക്കണം. പക്ഷേ അവർക്ക് മറ്റൊന്നും പറയാനില്ല. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം നൽകിയതാണ്, ദൈവം എടുക്കണമെങ്കിൽ എടുത്തുകൊള്ളട്ടെ, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കത്തില്ല. അങ്ങനെ അവസാനത്തെ പരിശോധനയും കഴിഞ്ഞ് കുഞ്ഞിന് പിറവി കൊടുക്കാനുള്ള സമയമായി. ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തേക്കെടുത്തു. സാധാരണ നഴ്സുമാരാണല്ലോ കൊച്ചിനെയും കൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഇത് പരിശോധന നടത്തി ഓരോ തവണയും ആവർത്തിച്ച് പറഞ്ഞ് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്ന് പലപ്പോഴും പ്രേരിപ്പിച്ച് ആ ഡോക്ടർ തന്നെ ഈ കുഞ്ഞുമായി ഈ ബിജു എന്ന അപ്പൻ്റെ അടുക്കിലേക്ക് വരിക. ഒറ്റ നോട്ടത്തിൽ തന്നെ കുഞ്ഞിന് ഒരുപാട് കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ശരീരത്തിൽ അസാമാന്യമായ രോമ വളർച്ച, കൈവിരലുകൾ എങ്ങനെ നീണ്ടിരിക്കുന്നുവോ അതേപോലെ തന്നെ കാൽവിരലുകളും നീണ്ടിരിക്കുക. ഈ ബിജുവിൻ്റെ കൈ എടുത്തിട്ട് ഈ ഡോക്ടർ ഈ കുഞ്ഞിൻ്റെ മുതുകിലിങ്ങനെ തടകി കാണിച്ചു. വല്ലാത്തൊരു വളവ് മുതുകിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യക്കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കി നിൽക്കുമ്പോൾ ഈ ഡോക്ടർ ഈ ബിജുവിനോട് പറയാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേടാ ഈ കൊച്ചിനെ വേണ്ടാന്ന്, ഇനി എന്താണെന്ന് വെച്ചാൽ കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടെ ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരിക. ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ കർത്താവിനോട് ഒരു പരാതിയില്ലായിരുന്നച്ചോ. ഞാൻ അന്നും വീണ്ടും പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യം എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകണമെന്നായിരുന്നു. അങ്ങനെ ജീവിത പങ്കാളി ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ കുഞ്ഞിനെ കാണിക്കാൻ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പ്രിയയുടെ അടുക്കിലേക്ക് വരിക. പ്രിയയുടെ കട്ടിലിനരികിലിരുന്ന് ഈ ഡോക്ടർ എൻ്റെ കരം പിടിച്ചുകൊണ്ട് മുതുകിൽ ഇങ്ങനെ തടകി കാണിച്ചതുപോലെ അവളുടെ കൈയെടുത്ത് ഞാൻ കുഞ്ഞിൻ്റെ മുതുകിലുള്ള വളർച്ച അല്ലെങ്കിൽ വളവ് ഇങ്ങനെ തടകി കാണിക്കാൻ പരിശ്രമിച്ചു. ആ സമയത്ത് പ്രിയ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താൻ എന്താടോ ഈ കാണിക്കുന്നത്? അപ്പോൾ ബിജു പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ബിജു
അവളുടെ കൈ മാറ്റി ബിജുവിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തടകി നോക്കി. അവിടെ ഒരു കുഴപ്പമില്ലാന്നേ. പെട്ടെന്ന് ബിജു കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. നേരത്തെ കണ്ട ഒരു അസ്വസ്ഥതകളും കുഞ്ഞിൻ്റെ മുഖത്തോ ശരീരത്തിനോ കാലിനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു. പ്രിയമുള്ളവരെ, ആ ഡോക്ടർ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഈ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഈ കുഞ്ഞിന് ഇത്രയും കുഴപ്പമുണ്ടെന്ന് വേറെ ആർക്കും അറിയത്തില്ല. എനിക്കും അവൾക്കും മാത്രമേ അറിയാവൂ. മറ്റുള്ളവരോട് പറയാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു അച്ഛാ. കാരണം അവരും ഞങ്ങളെ ഇത് വേണ്ട വേണ്ട എന്ന് നിർബന്ധിക്കും. അപ്പോൾ ചിലപ്പോൾ അവരുടെ നിർബന്ധത്തിൽ വഴങ്ങാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഈ കുഞ്ഞിനെ തമ്പുരാൻ നൽകുന്ന രീതിയിൽ ഇങ്ങനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള അത്ഭുതകരമായൊരു ഇടപെടൽ ഞങ്ങൾ ആസ്വദിച്ചത്. പ്രിയപ്പെട്ട അച്ഛാ, ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ പ്രിയയുടെ ഉദരത്തിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് തരാമായിരുന്നു. പക്ഷെ അത് തന്നില്ല. കുറവുകൾ ഞാൻ കണ്ടു, ഞാനത് തൊട്ടനുഭവിച്ചു. ഇതനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉള്ളിൽ ചിലപ്പോൾ സംശയിച്ചേനെ ഈ ഡോക്ടർമാർ വെറുതെ നുണ പറഞ്ഞതാണ്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് നുണയല്ല, സത്യമാണെന്ന് എൻ്റെ മുമ്പിൽ ദൈവം എന്നെ വെളിപ്പെടുത്തുകയും അതിനും അപ്പുറം വേറൊരു സത്യമുണ്ട്, അത് ക്രിസ്തുവാണെന്ന് ഞാൻ ബോധ്യപ്പെടുകയും ചെയ്ത നിമിഷമാണ് അച്ഛാ. ഇത്രമാത്രം സ്നേഹം എന്നോട് കാണിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ ഇനി ഞാൻ പാപം ചെയ്താൽ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അച്ഛാ. ഞാൻ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടൊന്നും അല്ല ജീവിച്ചത്. ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോകും, മാസത്തിലോ 1-2 കഴിയുമ്പോൾ ഒന്ന് കുമ്പസാരിക്കും. വലിയ ഒരു ക്രിസ്തീയ ജീവിതമൊന്നും ഞാൻ നയിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തോട് തിരിച്ച് സ്നേഹിക്കാതെ എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് എൻ്റെ അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയോ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയോ അതൊന്നും പ്രാർത്ഥിക്കേണ്ട. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ബിജു നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, കൃപകൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വന്തമാക്കിയിട്ടില്ലേ? എന്നിട്ട് യാതൊരുവിധ പരിഗണനയും ദൈവത്തിന് കൊടുക്കാതെ വീണ്ടും പാപത്തിൽ വീണുപോയ, എന്തിന് വീണുപോയതല്ല, മനഃപൂർവ്വം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയ നിമിഷങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇതാ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവമേ, അങ്ങനെക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയാം. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നീ തന്ന ദാനമാണ് ഈ ജീവിതം. അത് നിന്റെ കൈകളിലേക്ക് തന്നെ നൽകുവാനും പവിത്രമായി പാപരഹിതമായി ജീവിതം ആസ്വദിക്കാനുമുള്ള ഒരു ആഗ്രഹം ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് നീ ചൊരിയണമേ എന്ന് ആഴമായ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമായി ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമായി ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ,
നീ തന്നദാനമല്ലേ ഈ ജീവിതം. സുവിശേഷത്തിൽ മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മ മകൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് നാം വായിച്ചിട്ടില്ല. വിധവയാണവൾ. ഭർത്താവ് നേരത്തെ മരിച്ചു. ഭർത്താവ് വേർപെട്ടു പോയതിൻ്റെ സങ്കടം അവൾ പരിഹരിച്ചത് പുത്രൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ കണ്ണുകളിലെ തീഷ്ണതയാ അവളെ നിരാശയിലേക്ക് വീഴാതെ മുന്നോട്ട് ജീവിക്കണമെന്ന പ്രേരണ നൽകിയത്. അങ്ങനെ പ്രേരണ നൽകിയ പുത്രൻ ഇതാ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ പുത്രൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ ശവസംസ്കാരത്തിനുള്ള ഒരു യാത്രയാണ് ഈ അമ്മ നടത്തുന്നത്. ആ അമ്മയുടെ മനസ്സൊന്ന് പരിശോധിച്ച് എന്തുമാത്രം സങ്കടം ഉണ്ടാവില്ലേ. കാരണം എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. ഒരുപക്ഷെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വരെ അവൾ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ വിലാപയാത്രയ്ക്ക് ഒരു തടസ്സം സംഭവിക്കുക. വിളിക്കാതെ ഇതാ ഒരുത്തൻ ആ യാത്രയിലേക്ക് പ്രവേശിക്കാൻ. അത് വേറെ ആരുമല്ല, രക്ഷകനായ ക്രിസ്തുനാഥൻ. ക്രിസ്തുനാഥൻ ശവമഞ്ചത്തിൽ സ്പർശിച്ചു. മരണപ്പെട്ടവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുക. അത്രയും നേരം ഈ അമ്മ സങ്കടത്താൽ കരഞ്ഞുവെങ്കിൽ ആ നിമിഷം സന്തോഷം കൊണ്ട് അവൾ കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടാകും. കാരണം ഇനി ഒരിക്കലും ഈ മകനെ തനിക്ക് കിട്ടത്തില്ല എന്ന് അവൾ അടിയുറച്ച് ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് കർത്താവ് ഇറങ്ങി വരിക. അതവൾ വിളിക്കാതെ കർത്താവ് ഇറങ്ങി വന്നതാ. കർത്താവിൻ്റെ സ്പർശനം അവളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുക. എൻ്റെ മാർഗമേ, എൻ്റെ ജീവനെ, നീ എന്നെ കൈപിടിച്ച് എൻ്റെ ദുഃഖത്തിൻ്റെ യാത്ര സന്തോഷത്തിൻ്റെ യാത്രയാക്കി മാറ്റിയല്ലോ. ഇരുൾ മൂടിപ്പോയിരുന്ന നേരത്ത് എൻ്റെ ഈ നടപ്പാതയിലേക്ക് വലിയ പ്രകാശമായി നീ കടന്നു വന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടുകുഴിയിലേക്ക് വീണു പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പോലും വിളിക്കാതെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കും. ആലപിക്കാൻ നമുക്ക് എൻ്റെ മാർഗമേ, എൻ്റെ ജീവനെ, നീ എൻ്റെ കൈ പിടിക്കണം എൻ്റെ യാത്രയിൽ. ഇരുൾ മൂടുന്ന നേരത്ത് ഇനി എൻ്റെ ഈ ജീവിതയാത്രയിൽ വലിയ പ്രകാശമായി എൻ്റെ വഴികാട്ടിയായി നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. എൻ മാർഗമേ, എൻ ജീവനേ, നീ എൻ്റെ കൈ പിടിക്കൂ ഈ യാത്രയിൽ. എൻ മാർഗമേ, എൻ ജീവനേ, നീ എൻ്റെ കൈ പിടിക്കൂ ഈ യാത്രയിൽ. എൻ മാർഗമേ, എൻ ജീവനേ, നീ എൻ്റെ കൈ പിടിക്കൂ ഈ യാത്രയിൽ. ഇരുൾ മൂടും നേരമാ ഇനി എൻ്റെ വീതിയിൽ നിറദീപശാഖയായി വഴി കാട്ടു നീ. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്നദാനമല്ലേ
പത്രോസിൻ്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ അമ്മയ്ക്ക് പനിയായിരുന്നു. ഈശോ പനി പിടിച്ച് തളർന്നു കിടക്കുന്ന അമ്മയെ സൗഖ്യപ്പെടുത്തി. ഒരുപാട് സൗഖ്യാനുഭവങ്ങൾ സുവിശേഷത്തിൽ നാം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൗഖ്യാനുഭവത്തിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ സൗഖ്യം സ്വീകരിച്ച അമ്മ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചുവെന്ന് വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ പക്കൽ നിന്ന് കൃപ ലഭിച്ചവൻ്റെ ദൗത്യമാണ് അവൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ തന്നെ വിട്ടുകൊടുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? എന്തുമാത്രം കൃപകളാണ് നാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൃപയ്ക്കൊത്ത ജീവിതമാണോ നാം നയിക്കുന്നത്? എൻ ശാന്തിയെ, എൻ്റെ രക്ഷയെ, എൻ്റെ മോക്ഷമേ, നീ മാത്രമാണ് നാഥ എൻ്റെ ആശ്രയം. ഇനിയുള്ള കാലമെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇന്ന് വരെ, ഈ നിമിഷം വരെ സ്വീകരിച്ചിട്ടുള്ള നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ സുവിശേഷ പാതയിൽ സുവിശേഷ പ്രഘോഷണമായി എൻ്റെ ജീവിതയാത്ര തുടരാൻ ഞാൻ ആഗ്രഹിക്കണം. ഈശോയെ, എന്നെ അതിന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം. എൻ ശാന്തിയേ, എൻ മോക്ഷമേ, നീ മാത്രമാണു നാഥ എന്നാശ്രയം. എൻ ശാന്തിയേ, എൻ മോക്ഷമേ, നീ മാത്രമാണു നാഥ എന്നാശ്രയം. ഇനിയുള്ള കാലമൻ സുവിശേഷ പാതയിൽ അവിടുത്തെ സാക്ഷിയായി നീങ്ങിടും ഞാൻ. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്നദാനമല്ലേ ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമായി ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമായി ഈ ജീവിതം. പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുക്കാം. സുന്ദരമായൊരു പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിക്കാം. പാപമില്ലാതെ മുന്നോട്ടുള്ള ജീവിതം ആസ്വദിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം. വാവായേശു നാഥ, യേശുനാഥ, വാവാ സ്നേഹനാഥ, ആ
തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. ആദിയുഷസ്സിൻ വിജയ പതാക